ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജെക്കിൻ്റെ മാങ്ക് എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെച്ച് നിർത്തിയത് നമ്മുടെ നമ്മുടെ സുക്കുണിക്കെതിരെയായിട്ട് എന്താ പറയുക വൺ ഹെൽ ഓഫ് ഒരു ബ്ലാക്ക് ഫ്ലാഷ് ഉപയോഗിച്ച് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ എൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ പുതിയ ചാപ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്ന കാര്യമാണ്, അതായത് നമ്മുടെ ഗോജുവിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്തത്. ഗോജു ഈ ഒരു ബ്ലാക്ക് ഫ്ലാഷ് നമ്മുടെ സുക്കുണിക്കെതിരെ യൂസ് ചെയ്തിട്ടും എന്താ പറയുക, ആളുടെ ഈ ഒരു കൈയും കാലൊക്കെ പോയിട്ട് ആൾ സിമ്പിളായിട്ട് തന്നെ അത് റിക്കവർ ചെയ്തെടുത്തു. ആളുടെ ഈ ഒരു റിവേഴ്സ് പെട്ടെന്ന് തന്നെ കിട്ടി. ഇതൊക്കെ എന്താ പറഞ്ഞിട്ട് ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മുടെ സുക്കുണുള്ളത്. സോ അത് മാത്രമല്ല, ഇത്ര റിക്കവർ ചെയ്ത് പെട്ടെന്ന് തന്നെ എടുത്തു മാത്രമല്ല, നമ്മുടെ ഈ ഓരോ സോഴ്സസിനെ ആൾ എന്താ പറയുക പഞ്ഞിക്കിട്ടുണ്ട്. പിന്നെ അതിൽ യൂജി മാത്രമാണ് എന്തെങ്കിലും എന്താ പറയുക നമ്മുടെ സുക്കുണിക്ക് അതുപോലെ തന്നെ മെഗുമിൻ്റെ സോളിനായിട്ട് ഒരു ബ്രേക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിച്ചു പറഞ്ഞിട്ട് ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല, ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ലൗറി അതുപോലെ തന്നെ നമ്മുടെ മികലും എന്താ പറയുക ഒരു മാതിരി റിട്ടയർ പറഞ്ഞിരിക്കുന്നത്. അണ്ണാ എന്നെ കൊണ്ട് ഇനി ആവില്ല എന്ന ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ രണ്ടാളും. ഇപ്പോൾ നോക്കണത് നമ്മുടെ സുക്കുണ തൻ്റെ ഡൊമൈനായിട്ടുള്ള ഒരു ഷ്രൈൻ തന്നെ ഈ ഒരു എൻ്റയർ ഏരിയയിൽ യൂസ് ചെയ്യണം. സോ ആൾ തൻ്റെ ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യാത്ത വിധമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, മാക്സിമം ഔട്ട്പുട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ മീമിൻ്റെ യുവിൻ്റെ അവൻ്റെ ഒരു ക്രോസ് എല്ലാം ആഷായിപ്പോൾ ഉണ്ട്, കരിഞ്ഞുമുണ്ട്. പിന്നെ ഇവിടെ നോക്കേണ്ടത് നമുക്കൊരു ചെറിയൊരു ഫ്ലാഷ് ബാക്കിൻ്റെ ഇൻസ്റ്റൻസും കൂടി കാണിച്ചു തരുന്നുണ്ട്. അതായത് നമ്മുടെ ഹക്കാരി പറയണ്ടേ, ഈ ഒരു ഫൈറ്റ് ചെയ്യാനുള്ളവർ ഒന്നല്ലെങ്കിൽ ഒരു റിവേഴ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആൻറ്റി ടാക്ടിക്സ് മൂവ്മെൻറ്റ്സ് മസ്റ്റേ അറിയണം എന്നിട്ട് പറയുന്നുണ്ട്. സോ നമ്മൾ ബാക്കി പറയണ്ടേ, എനിക്കിതൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ട് അവൾ പറയുന്നുണ്ട്. സോ അപ്പം നമ്മുടെ ഹക്കാരി നിന്നും നല്ല ചേച്ചിയേ. ഇവൻ്റെ ഒരു കോൺവെർസേഷൻ ഇടയിൽ നമ്മൾ ചോസോ ഇടയിൽ കയറി വേണ്ടി പറയുന്നുണ്ട്, അതായത് എനിക്കും യൂജിക്ക് ഈ ഒരു റിവേഴ്സ് ട്രെയിൻ ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ചോസ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ ഈ ബ്ലഡിൻ്റെ കേസ് എങ്ങനെയാണ് ഈ ഒരു റീജനായിട്ട് ടൈമിൽ, അതായത് ഈ ഒരു റിവേഴ്സ് യൂസ് ചെയ്യുന്ന ടൈമിൽ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹക്കാൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മൂപ്പര് പറയുന്നുണ്ട്, ബ്രോ ഐ ആം ടോട്ടലി ഓൺ ഓട്ടോ പൈലറ്റ്, എനിക്ക് എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, അത് വെറുതെ ബേബി എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഹക്കായി. നമ്മുടെ യൂട്ടൻ്റെ കേസും ബ്രോ എനിക്കും തന്നെയാണ്. ബട്ട് നമ്മുടെ ഷോക്കിൻ്റെ കേസും കുറച്ച് വ്യത്യാസമാണ്. അവൾക്കും എന്താ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയാം. അവളെ ഒരു കേസ് കഴിഞ്ഞാൽ അവളൊരു ബ്ലഡായി കൺവേർട്ട് ചെയ്യും. സോ അങ്ങനെയാണ് അവൾക്ക് ഹീൽ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഷോസും വേറെ കേസും കൂടി പറയുന്നത്, ഈ ഒരു റിവേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ബോഡി ഹീൽ ചെയ്യാൻ സാധിക്കില്ല. അതിന് മെയിൻ റീസൺ പറയുന്നത് അവൻ്റെ ബോഡിയിലുള്ള ഒരു ഡിഫറൻസ് തന്നെയാണ്. പിന്നെ ചില കേസുകൾക്ക് അവർക്ക് അവൻ്റെ ബോഡീനെ ഹീൽ ചെയ്യാനും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല പറഞ്ഞിട്ട് നമ്മുടെ ചോസോ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ചോസോ ബ്രോ സിമ്പിളായിട്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ബോഡിയിലെ ബ്ലഡാണ് ഈ റിവേഴ്സിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, മെയിൻ സിനാരിയോ. തൻ്റെ ഈ ഒരു കേസ് ടെക്നിക് എന്ന് പറയുന്നത് ബ്ലഡ് മാനിപ്പുലേഷൻ. സോ നമ്മുടെ യുജിൻ്റെയും കൂടി നോക്കുകയാണെങ്കിൽ അവനും ഈ ഒരു കേസ്ഡ് ഫോമിൽപ്പെട്ട ഒന്നാണ്. ഇവൻ്റെ വൺ ഓഫ് ബ്രദേഴ്സിൽപ്പെട്ടാണ് നമ്മുടെ യുജിയും. സോ ഇവർക്ക് ബ്ലഡ് മാനിപ്പുലേഷനും മറ്റ് കേസ് ടെക്നിക്കൊക്കെ നമ്മുടെ യുജിക്കും യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇവർക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു സ്വിച്ച് ട്രെയിനിലൂടെ ഈ ഒരു റിവേഴ്സ് കേസ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോഴാണ് നമ്മുടെ UI അവൻ തന്നെ അവൻ്റെ ഒരു ഹെൽപ്പ് വേണ്ടി വരാം. സോ അവൻ്റെ ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ടെലിപ്പോർട്ടേഷനാണ്. സോ ഇവന് മാർക്ക് ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് മുമ്പ് മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് സിമ്പിളായിട്ട് തന്നെ ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവന് മാത്രമല്ല മറ്റുള്ള സാധനത്തിനെയും ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഒബ്ജക്ട്സോ മാനോ എന്ത് വേണമെങ്കിലും ഇവന് ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. സോ ഇപ്പോൾ ഇവൻ ഒരു ഐഡിയ പറയുകയാണെങ്കിൽ ഇവന് സിമ്പിളി ഒരാളുടെ സോളിനെ ഇപ്പോൾ ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. സോ ഒരാളുടെ ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് കൂടുമാറുക പറഞ്ഞ ആ ഒരു ടെക്നിക്ക് തന്നെയല്ലേ, ആ സംഭവം തന്നെ. സോ ഈ ഒരു കാര്യമല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ UI നമ്മുടെ യുജിൻ്റെ അകത്ത് മൂപ്പര് അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലിരിക്കുകയാണ്. സോ എങ്ങനെയൊക്കെ ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി വിട്ടിട്ടുണ്ട് നമ്മുടെ UI. ഓക്കെ, അപ്പോഴാണ് നമ്മൾ കുസക്കാവി പറഞ്ഞത്, യുജി ഓരോ ദിവസം കഴിയുന്തോറും ഒരു സോസർ എന്ന ഒരു കാര്യത്തിലുള്ള എൻ്റെ ഒരു ഗ്രോത്ത് കൂടി വരുന്നുണ്ട്. ബിക്കോസ് ഓഫ് എനിക്കറിയാം എൻ്റെ സ്ട്രെങ്ത്തും എൻ്റെ ഈ ഒരു സ്കില്ല് ആ കാര്യങ്ങളല്ലേ, അല്ല ബിക്കോസ് ഓഫ് സുക്കുണിൻ്റെ ഒരു വെസലായിരുന്നു നീ. സോ ആൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കും കാര്യമെല്ലാം നിൻ്റെ മസിൽ മെമ്മറിയിൽ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഒരുപാട് ടെക്നിക്സ് എല്ലാം അക്യൂർ ചെയ്യാൻ സാധിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ കുസക്കാവി പറയുന്നുണ്ട്. സോ ആദ്യത്തെ ഈ ഒരു സോൾ ട്രെയിനിങ് നീ എന്നോടൊപ്പം തന്നെ ആകട്ടെ. സോ അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സിമ്പിൾ ഡൊമൈനും ഷാഡോ സ്റ്റൈലൊക്കെ എനിക്ക് പഠിക്കാൻ സാധിക്കും പറഞ്ഞിട്ട് നമ്മുടെ കുസക്കാവിയും പറയുന്നുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ മുമ്പ് ഇവർ ട്രെയിൻ ചെയ്യുന്ന ടൈമിൽ ഇവർ അഡ്രസ്സ് ചെയ്യുന്ന നെയിംസ് എല്ലാം വ്യത്യാസമാണ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ ആ ഒരു മെയിൻ്റെ റീസൺ ഇപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇപ്പോൾ ആ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമ്മുടെ യുജി ആ ഒരു ന്യൂ ഷാഡോ സ്റ്റൈൽ നമ്മുടെ കുസക്കാവിൻ്റെ ഒരു സിമ്പിൾ ഡൊമൈന് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ യുജി അതുപോലെ തന്നെ ഒരുപാട് സോഴ്സസ് നമ്മുടെ ഈ ഒരു സുക്കുണിൻ്റെ ഈ ഒരു ഡൊമൈൻ്റെ അകത്താണ്. ഇപ്പോൾ നമ്മുടെ യുജിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവൻ്റെ മുഖത്ത് ഫുള്ള് ഈ ഒരു ഡൊമൈന്ന് കിട്ടിയ സ്ലാഷസ് ആണ്. സോ ബ്ലഡൊക്കെ ഒഴുകുന്നുണ്ട് ഫേസിൽ കൂടെ. അത് മാത്രമല്ല ഒരു കാല് വരെ ഇപ്പോൾ മുറിഞ്ഞു പോയിട്ടുണ്ട്. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്ലാഷൊക്കെ നിന്നുണ്ട്. ഓക്കെ നമ്മളെല്ലാവരും സർവേ ചെയ്ത് പറഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ അടുത്ത് ഇറക്കും നമ്മുടെ സുക്കുണാണ്. നമ്മുടെ ഷിബുയിൽ ഇറക്കിയ പോലെ ആ ഒരു എന്താ പറയുക ഫയറിൻ്റെ ഒരു ഫർണേസ് തന്നെ ഓപ്പൺ ചെയ്യണം. പിന്നെ വീണ്ടും നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അത് വലിയ കാര്യമുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ബ്ലഡ് മാനിപ്പുലേഷൻ യൂസ് ചെയ്യണം മറ്റവനില്ലേ നൊറിറ്റാഷോ അവനില്ലേ, അവന് ഈ ഒരു ട്രെയിനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യം മാത്രമാണ് അവിടെ പറയുന്നത്. പിന്നെ വീണ്ടും നമ്മുടെ ഈ സ്റ്റോറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സുക്കുണ് ഈ ഒരു ഡൊമൈൻ എക്സ്പെൻഷൻ എല്ലാം റിമൂവ് ചെയ്തിട്ട് തൻ്റെ ഈ ഒരു
ക്ലീവും ഡിസ്മാൻഡിലൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫർണേസിൻ്റെ റേഞ്ച് കൂട്ടാൻ ശ്രമിക്കുകയാണ്. സോ സംഭവത്തിന് അത്ര സ്പീഡും മുമ്പത്തെ റേഞ്ചൊന്നും ഇല്ലെങ്കിലും ആ ഒരു ഡൊമൈന് നമ്മുടെ തൻ്റെ ഡൊമൈൻ്റെ ബാരർ ഫുള്ളും കവർ ചെയ്യേണ്ട അത്ര ഹീറ്റ് ഇപ്പോൾ നമ്മുടെ സുക്കുണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ പറയണമുണ്ട്. കാരണം എവറി ഇഞ്ച് നമ്മുടെ ഈ ഒരു ഡൊമൈനിലെ എല്ലാ ഇഞ്ചിനും വരും പൊടിയാക്കുക, ഡസ്റ്റ് ആക്കുന്ന വിധമുള്ള ഇത്രയും തെർമൽ ഹീറ്റാണ് ഈ ഒരു ഫർണസിലൂടെ നമ്മുടെ ബൈൻഡിങ് വോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സുക്കുണ മെയ്ഡ് ചെയ്യുന്നതെന്ന് പറയാം. താങ്ക്സ് ടു ബാറ്റിൽ വിത്ത് ഗോജോ നമ്മുടെ സുക്കുണിക്ക് ഈ ഒരു സ്റ്റേറ്റ് അതിൽ നിന്ന് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ആ ഒരു ഹീറ്റ് ഫർണസ് എല്ലാം കൂൾ ചെയ്യാൻ തുടങ്ങി. അതുമാത്രമല്ല ഇവിടെ നോക്കുകയാണെങ്കിൽ യൂജി ചോസോ നീ എന്താ ചെയ്യുന്നത്? അതായത് നമ്മുടെ ചോസോ യൂജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തൻ്റെ ഈ ഒരു ബ്ലഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഒരു ബാരർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ചോസോ ആ ഒരു ഹീറ്റിൽ പതുക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യൂജി പറയുന്നുണ്ട് എന്നോട് നീ ഇത് ചെയ്യരുത് ചോസോ. അപ്പോൾ നമ്മുടെ ചോസോ പറയുന്നുണ്ട് സോറി ഐ ആം എ യൂസ്ലെസ് ബ്രദർ. ഈ ഒരു ട്രെയിനിങ് ടൈമിൽ ഞാൻ ഒരു യൂസ്ലെസ് ബ്രദർ ആയിരുന്നു. സാധാരണ ഏട്ടന്മാരൊക്കെ അങ്ങനെയാണല്ലോ യൂജി. ചോസോ യൂജി നീ എന്നും കാട്ടി പെട്ടെന്ന് തന്നെ ഈ ഒരു റിവേഴ്സ് എല്ലാം പഠിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ യൂജി പറയുന്നുണ്ട് അത് ഞാനല്ല ചോസോ, അത് താങ്ക്സ് ടു നമ്മുടെ സുക്കുണയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ബോഡി കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചു പറഞ്ഞിട്ട്. അത് എങ്ങനെയായാലും ലിറ്റിൽ ബ്രദേഴ്സ് ബിഗ് ബ്രദേഴ്സിനെ സർപ്രൈസ് ചെയ്യുമല്ലോ. ബട്ട് ചോസോ നീ എന്നെ ലീവ് ചെയ്യേണ്ട കാര്യം അതൊന്നും അല്ലല്ലോ. ചോസോ യൂജി എനിക്ക് ആദ്യം യൂക്കിനോട് ഒന്ന് മാപ്പ് പറയണം. പിന്നെ ഐ എം സോറി യൂജി, ഇനി നീ നിൻ്റെ കാര്യം നീ തന്നെ നോക്കണം, ഞാൻ ഇനി ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ടൈമിൽ നീ എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അതിൽ തന്നെ എനിക്ക് സന്തോഷമാണ്. ആൻഡ് ഫൈനലി താങ്ക് യു യൂജി ഫോർ മൈ ലിറ്റിൽ ബ്രദർ. ചോസോ താങ്ക് യു ഫോർ മൈ ബിഗ് ബ്രദർ. അങ്ങനെ നമ്മൾ ചോസോ നമ്മുടെ യൂജിനെ രക്ഷിക്കാൻ വേണ്ടി സാക്രിഫൈസ് ചെയ്യാണ് ഗൈസ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഹീറ്റ് എല്ലാം പോയിട്ടുണ്ട് ആ ഫർണസിൻ്റെ. നമ്മുടെ യൂജി മാത്രമേ അവിടെയുള്ളൂ, മറ്റുള്ളവരിനൊന്നും കാണിക്കില്ല. അവർക്ക് എന്ത് സംഭവിച്ചു പറഞ്ഞിട്ട് ഒരു ടെൻഷനും ഉണ്ട് നമ്മുടെ യൂജി. തൊട്ട് ഫ്രണ്ടിലായിരുന്നു നമ്മുടെ സുക്കുണ. പക്ഷേ കുറച്ച് ദൂരെയായിരുന്നു നമുക്ക് ഒരു ക്യാരക്ടർ നടന്നു വരുന്ന നമുക്ക് കാണിക്കുന്നത്. അതാരാ നോക്കുകയാണെങ്കിൽ മറ്റാരുമില്ല, മൈ ബെസ്റ്റ് ഫ്രണ്ടോ ടോഡോ. സോ ഗൈസ് ദ നെക്സ്റ്റ് ബിഗ് ബ്രദർ ഈസ് ഹിയർ ഫോർ യൂജി. സോ ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ നമ്മുടെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ ഫോളോ ചെയ്യേണ്ട കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. നിങ്ങൾ മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. സോ ടൈമുള്ള പോലെ അത് കാണാൻ ശ്രമിക്കുക. സോ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.